കണ്ണൂർ എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ വൃദ്ധൻ മരിച്ച സംഭവം നിരാശാജനകമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരന്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ ലജ്ജ തോന്നുകയാണ് ചെയ്യുന്നത്. വൃദ്ധനല്ലേ മരിച്ചത്, ഒരു ചെറുപ്പക്കാരനല്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വം, എന്തു വിലയാണ് ഇവിടെ ഉള്ളത്. ഒരു ജനപ്രതിനിധിയുടെ വാക്കുകളാണ് നമ്മളത് കേട്ടത്. വൃദ്ധൻ എന്താ ഒരു മനുഷ്യനല്ലേ സുധാകരൻ സാറേ? അദ്ദേഹത്തിന്റെ ശരീരത്തിലും ഓടി ഇരുന്നത് രക്തം തന്നെയാണ്. ഇപ്പൊ കണ്ണൂർ എന്നും ബോംബിന്റെയും അല്ലെങ്കിൽ വടിവാളുകളുടെയും കൊലപാതകങ്ങളുടെയും ഒരു നാട് തന്നെയാണ്. നാടൻ ബോംബിന്റെ ഉത്ഭവം കണ്ണൂരാണെന്ന് പറയാം. ഇപ്പൊ സുധാകരൻ പറഞ്ഞ മറ്റൊരു വലിയൊരു പോയിന്റ് ഉണ്ട്, ബോംബ് ഇനിയും അവിടെ പൊട്ടാനുണ്ട് എന്നുള്ളത്. CPM-ന്റെ ഇത്തരത്തിലുള്ള ചേഷ്ടകൾ സാധാരണ ജനതയെ ബാധിക്കാൻ തുടങ്ങി. എരഞ്ഞോളിയിലെ ഒരു പെൺകുട്ടിയുടെ വാക്കുകൾ മാധ്യമങ്ങളുടെ എല്ലാവരും കണ്ടു കാണുമല്ലോ. അവിടെ അങ്ങനെയാണ് ആ ഒരു പ്രദേശവാസികൾ ജീവിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. വളരെ പേടിച്ചും വിറച്ചും പ്രതികരിക്കാനോ അല്ലെങ്കിൽ കേസ് കൊടുക്കാനോ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ പ്രതികരിച്ചവരെ വീടിന് ബോംബിടും അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കും. അതാണ് അവിടെ പതിവ്. എത്ര കാലം ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ആ ജനത അനുഭവിക്കണം? മരിച്ചവൻ വൃദ്ധനോ വൃദ്ധയോ ആയാൽ പുല്ലുവിലയാണ് രാഷ്ട്രീയക്കാർക്ക്. ചെറുപ്പക്കാരാണെങ്കിലോ ചർച്ച ചെയ്യാം. ഇതാണോ കെ സുധാകരൻ ഉദ്ദേശിച്ചത്? പാർട്ടിക്കാർ പലപ്പോഴും ബോംബുകൾ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് അവിടെ. ഇപ്പം ആളൊഴിഞ്ഞ വീടുകൾ ഇവരുടെ ഒരു താവളം തന്നെയാണ്. പേടിച്ചിട്ടാണ് അവിടെ ഉള്ളവർ മിണ്ടാതിരിക്കുന്നത്. ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? കേരളത്തിലാണ് ഇത് നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വീണ്ടും ലജ്ജയാണ് തോന്നുന്നത്. ഈ ഭയത്തോടെ ഓരോ രാത്രിയും അതുപോലെ തന്നെ പകലും കഴിച്ചു കൂട്ടുകയാണ് അവിടെയുള്ള ഓരോ ജനതയും. കണ്ണൂരിലെ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ ചർച്ചകളിൽ ഇപ്പൊ മാറാതെ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ കണ്ണൂരിൽ നടക്കുന്നത്. പലവട്ടം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ. പണ്ട് ഇതുപോലൊരു സ്റ്റീൽ പാത്ര സംഭവം മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതിനിരയായിട്ടുള്ളത് കുട്ടികളാണ്. കണ്ണും കൈയും അന്നൊരു കുട്ടിക്ക് നഷ്ടമായി. അതുപോലെ തന്നെ ആക്രി വിൽപ്പന നടത്തുന്ന ആസാം സ്വദേശി ഇതുപോലെ സ്റ്റീൽ പാത്രം തുറക്കുന്നതിനിടെ മരണപ്പെട്ടു. ബോംബ് രാഷ്ട്രീയം കണ്ണൂരിന്റെ ചരിത്ര വഴികളിൽ ഉള്ളതാവാം. ആരെ ഇല്ലാതാക്കാനാണോ ആ ബോംബുകൾ വെക്കുന്നത്? അവരെയല്ല യഥാർത്ഥത്തിൽ ബോംബുകൾ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നത്, സാധാരണ ജനതയെയാണ്. കുഞ്ഞുങ്ങളെയും ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടം ഓടുന്ന സാധാരണ ജനതയെയാണ് ഇല്ലാതാക്കുന്നത്. ഇതിനെ പ്രതികരിക്കാൻ കഴിയാത്ത നിസ്സംഗരായ ഒരു സമൂഹമാണ് കണ്ണൂരിൽ ഇപ്പോൾ ഉള്ളത്. CPM ആയുധം താഴെ വെക്കുക തന്നെ ചെയ്യണം എന്ന് ഇത് പറയുന്ന കോൺഗ്രസ് പ്രമുഖർ ഒന്ന് ഓർക്കുകയും കൂടെ ചെയ്യണം. നിങ്ങൾക്കുമില്ലേ അവിടെ ഒരു ബോംബ് രാഷ്ട്രീയം? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് ഒരു ബോംബ് രാഷ്ട്രീയം. ജനങ്ങളെ ഇതിൽ ബലിയാക്കാതിരിക്കൂ. ഇപ്പൊ TV ചർച്ചകളിൽ ഒരു സ്ത്രീ കൈകൂപ്പിക്കൊണ്ട് പറയുന്നത് കേട്ടില്ലേ, ഞങ്ങളെ വെറുതെ വിടൂ എന്ന്. ഇതൊന്നും ആരും ചെവി കൊള്ളുന്നില്ല, കേൾക്കുന്നില്ല. സുധാകരനെ പോലുള്ള ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒന്ന് ഓർക്കുക, ഇത് നാളെ ചർച്ചയാകും എന്നുള്ള കാര്യങ്ങൾ. സുധാകരൻ ഇവിടെ മാപ്പ് പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അദ്ദേഹം മാപ്പ് പറയണം മരിച്ചുപോയ കുടുംബത്തിനോട്. ഒരു ജീവനാണ് അവിടെ നഷ്ടമായത്. അത് ഓരോരുത്തരും ഓർക്കണം. ഓലപ്പടക്കം പൊട്ടിയല്ല ആ ഒരു വൃദ്ധൻ മരിച്ചത്, ബോംബാണ് അവിടെ പൊട്ടിയത്. നാളെ നിങ്ങൾക്കും ഇത് സംഭവിക്കാം. കണ്ണൂരിന്റെ ബോംബ് രാഷ്ട്രീയം ഒരു അറുതി ഉണ്ടാകണം. അതിനൊരു തീരുമാനം കാണുക തന്നെ ചെയ്യണം. അപ്പൊ ഓരോ ബോംബ് പൊട്ടുമ്പോൾ മാത്രമല്ല ഈ ചാനൽ ചർച്ചകൾ ഉണ്ടാകേണ്ടത്. CPM ആയുധം താഴെ വെക്കുക തന്നെ ചെയ്യണം. ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകണം. ഇത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.